ഗൗരി, അവര് കഴിഞ്ഞെത്തി. വരട്ടെ ചിത്ര, നമ്മുടേത് കഴിഞ്ഞല്ലോ. പിന്നെന്താ? എന്നാലും വല്ലാത്തൊരു ടെൻഷൻ. നമ്മളിട്ട പൂക്കളം എങ്ങനെയുണ്ട് ഗൗരി? ഗൗരി ചേച്ചി, അയ്യോ, ഈ പൂക്കൾ തട്ട വെച്ചിരുന്നു. എന്ത് പറ്റി? ആകെ സങ്കടത്തിലാണല്ലോ രണ്ടുപേരും. എങ്ങനെ സങ്കടപ്പെടാതിരിക്കാം? നമ്മുടെ പൂക്കളല്ലേ. ആ ചക്കിയും മീനും കൂടെ ഒക്കെ തള്ളിയിട്ടു. അയ്യോ, ഇനി എന്താ ചെയ്യുന്നേ? നമുക്ക് ഫസ്റ്റ് കിട്ടില്ല ഗൗരി ചേച്ചി, നമ്മൾ തോൽക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ അവര് വന്ന് തട്ടിക്കളയുന്നത്? ഇനി ടീച്ചറോട് പറഞ്ഞെടുക്ക്, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? അതെ അതെ, അപ്പൊ മത്സരം ഒന്നും കൂടെ തരും. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഇനി ഗൗരി ചേച്ചിക്ക് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഞാൻ എങ്ങനെ രക്ഷിക്കണേ? ഗൗരി ചേച്ചി വന്നിട്ട് നമ്മൾ തൊട്ടതാ. ആ, ഇതപ്പൊ നല്ല കഥ. ഇവിടത്തെ തന്നെ കഴിഞ്ഞിട്ടില്ല, എന്നിട്ടല്ലേ ഇപ്പൊ അവിടെ. വാ ഗൗരി ചേച്ചി, നിങ്ങൾ പോയിക്കോ. ഞാനേ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നോളാം. സത്യായിട്ട് വരുമോ? വരാന്ന്. നിങ്ങൾ പോയിക്കോ. ഇപ്പോഴാ ചിന്ന സമാധാനായത്. ഗൗരി, ജഡ്ജസിന് എത്തി. എഴുന്നേൽക്കൂ രണ്ടുപേരും. ഗൗരി, ചിത്ര പെട്ടെന്ന്. വാവ്, വളരെ മനോഹരമായ ഡിസൈൻ. അതെ അതെ, ഇതിൽ പഴയൊരു പരമ്പരാഗത തനിമയും ഒപ്പം ഒരു പ്രത്യേക ആത്മബന്ധവും തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അതെ അതെ, സൂപ്പർ. അർജുൻ, അർജുൻ വരുന്നു. ചിത്ര, അർജുൻ, അപ്പൊ നീ ജഡ്ജസ് പറയുന്നതൊന്നും കേൾക്കുന്നില്ലേ? നിന്റെ കണ്ണുകൾ എവിടെയായിരുന്നു ഇത്ര നേരം? ഗൗരി, ഇതാ എന്റെ ചേട്ടനെ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു ഞാൻ. ഗൗരി, ഇതെങ്ങനെയുണ്ടെന്ന് നോക്ക്. നന്നായിട്ടുണ്ട് അർജുൻ. അടുത്ത വർഷം ഓണത്തിന് നമുക്ക് ഇത് വരക്കാം. എങ്ങനെയുണ്ടാവും? അർജുൻ, സൂപ്പർ ആയിട്ടുണ്ട് അർജുൻ. അർജുൻ, നീ ഇത് എപ്പോ വരച്ചു? ഇതായിരുന്നോ നീ അവിടെ ക്ലാസ്സിലിരുന്ന് കുത്തിക്കുറിച്ചു കൊണ്ടിരുന്നത്? എനിക്കപ്പോൾ തോന്നിയതാ. ഗൗരി, അർജുൻ, ഗൗരി, ഞാൻ അർജുൻ, അവൻ അവളെ ഓർമ്മ വരാൻ തുടങ്ങിയിരിക്കുന്നു. ഇല്ല, അതിന് അനുവദിച്ചുകൂടാ. അർജുൻ, അവന് ഞാൻ വിളിക്കുന്നത് കേൾക്കുന്നു പോലുമില്ല. ഇതാണ് ഇത്ര വലിയ പൂക്കളം? കഷ്ടം. ഇതിലാണോ ജഡ്ജിമാർ മാർക്കിടാൻ പോകുന്നത്? ഡിസൈൻ ഒരു ഭംഗിയുമില്ല, നിറങ്ങൾ തമ്മിൽ ഒരു മാച്ചുമില്ല. എന്തൊരു അസഹ്യമായ കോമ്പിനേഷൻ. നിനക്കെന്താ അത് നോക്കേണ്ട കാര്യം? നീ നിന്റെ പൂക്കളം നോക്ക്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി തലയിടരുത്. ഇത് നോക്കാൻ ഇവിടെ ജഡ്ജസ് ഉണ്ട്. അല്ലേ, ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ ജഡ്ജസ് ഇത്രയും വിവരമില്ലാത്തവരാണോ? ആര് പറഞ്ഞു? അവർക്കൊക്കെ നല്ല വിവരമുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായി പുകഴ്ത്തിയിട്ടുണ്ട് അവർ ഗൗരി ചേച്ചിയുടെ പൂക്കളത്തെ. അത് തന്നെയാ ഞാൻ പറഞ്ഞത്, അവർക്കൊട്ടും വിവരമില്ലെന്ന്. ഞങ്ങൾക്കറിയാം ഏതാ നല്ലതെന്ന്, നീ പഠിപ്പിക്കണ്ട. ഓ പിന്നെ, ഈ വഴിയരികിൽ കിടക്കുന്ന കാട്ടുപൂക്കളും വാടി അരളിയും എടുത്തു വെച്ചാൽ പൂക്കളമാകുമോ? തനിക്കൊന്നും നല്ല പൂക്കൾ വാങ്ങാനുള്ള ശേഷി പോലും ഇല്ല ഗൗരി. ഇത്രയും വൃത്തികെട്ടൊരു പൂക്കളം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത് ഫസ്റ്റ് പ്രൈസിനല്ല, ഡിസ്ക്വാളിഫൈ ചെയ്യാനാണ് യോഗ്യം. വാ അർജുൻ, ഈ നിലവാരമില്ലാത്ത പൂക്കളം കണ്ടു നിൽക്കാതെ നമുക്ക് കോളേജിലേക്ക് പോകാം. ഇതൊക്കെ കണ്ട് നിന്റെ തലവേദന കൂട്ടേണ്ട. അർജുൻ, നീ ചുമ്മാ നോക്കി നിന്ന് സമയം കളയല്ലേ, വായോ. നീതു, നീ പോ അവിടുന്ന്. അർജുൻ, നീ എന്നോട് പോവാൻ? കുറെ നേരമായി ഞാനിത് മിണ്ടാതെ നിൽക്കുന്നു. ഈ പൂക്കളത്തിന് എന്താണ് കുഴപ്പം? നന്നായിട്ടുണ്ടല്ലോ. നിനക്ക് ഗൗരിയോട് വല്ല പകയുമുണ്ടെങ്കിൽ അതിന് പൂക്കളത്തിനെയാണോ നീ കുറ്റം പറയുന്നത്? ഇത്രക്ക് ചീപ്പാണോ നീ? അർജുൻ, എങ്ങനെയുണ്ട് നീതു? ഞങ്ങളുടെ അർജുൻ. ഇവർക്കുന്നാവോ? അർജുൻ, നീ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ പറയുന്നത്? നിനക്ക് ഇവിടെ കുറെ നേരം തലവേദന വരും അർജുൻ. ഞാൻ നിന്നെ എത്ര കഷ്ടപ്പെട്ടാ നോക്കിയത്. മതി നീ എന്നെ നോക്കിയത്. എനിക്കാരുടെയും സഹായം വേണ്ട. ദൈവമേ,
എന്താണ് ഈ കാണുന്നത്? എന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അർജുൻ, അർജുൻ, അവൻ പഴയതുപോലെ എല്ലാം ഓർത്തിരിക്കുന്നു. അതുകൊണ്ടാ അവൻ നീതുവിനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഗൗരിയേട്ടത്തി, എങ്ങനെയുണ്ടിപ്പോ എന്റെ ചേട്ടൻ? ഞാൻ പറഞ്ഞില്ലേ എന്റെ ചേട്ടനെ ഞാൻ ഗൗരിയേട്ടത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന്. അഞ്ജലി, എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാനേ കഴിയുന്നില്ല അഞ്ജലി. വിശ്വസിക്കേട്ടത്തി. അപ്പോഴേ തിരുവോണത്തിന് സദ്യ വീട്ടിൽ. ഗൗരിയേട്ടത്തി എന്തായാലും വരണം. ആകെ നാണം കിട്ടും. ഇവരുടെയൊക്കെ മുന്നിൽ നിന്നും പെട്ടെന്ന് രക്ഷപ്പെടുന്നതാ ബുദ്ധി. അർജുൻ, അവൻ എത്ര പെട്ടെന്ന് അവളെ ഓർക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു എനിക്ക്. അതെല്ലാം ഈ നിമിഷം തകർന്നു പോയിരിക്കുന്നു. അവന്റെ മനസ്സിലേക്ക് എങ്ങനെയെങ്കിലും കയറിക്കൂടണമെന്ന് വിചാരിച്ചതാ. ഇപ്പോഴിതാ എല്ലാം വെള്ളത്തിലായി. ഇനി അർജുനോട് സംസാരിക്കാൻ നിന്നാൽ ഇവരുടെയൊക്കെ മുന്നിൽ നിന്നും നന്നായി ഞാൻ നാണം കെടും. അതിനേക്കാൾ നല്ലത് തൽക്കാലത്തേക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടുന്നതാ. ചിത്ര, നോക്ക്, അവള് പോയ വഴിക്കിനി പുല്ലേ മുളക്കത്തില്ല. അതെ അതെ, അവൾ ഇനി വഴിക്ക് വരില്ല. അത്രയ്ക്ക് നാണം കെട്ടു. എന്നാലും ഞാൻ ഇത്ര പെട്ടെന്ന് അർജുൻ എങ്ങനെ മാറുമെന്ന് വിചാരിച്ചതേയില്ല. അതിനു വേണ്ടിയല്ലേ ഗൗരി ഈ പൂക്കളം തന്നെ ഡിസൈൻ ചെയ്തത്. അവൾക്ക് നേരത്തെ അറിയായിരുന്നോ ഇത് കണ്ട അർജുൻ എല്ലാം ഓർക്കുമെന്ന്? അറിയാമെന്നോ ഈ ഡിസൈൻ ഗൗരിക്ക് കൊടുത്തത് തന്നെ അർജുനല്ലേ, പിന്നെ എങ്ങനെ അറിയാതിരിക്കാനാ? വൗ, അങ്ങനെ ഒരു കഥയും ഉണ്ടായിരുന്നോ ഇതിനിടയ്ക്ക്? ഉണ്ടെന്നേ. അവന് അടുത്ത വർഷം ഓണത്തിന് ഇതേ ഡിസൈൻ വേണം ഗൗരി എന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണത്രേ. ഏതായാലും ഇങ്ങനെ ഓണ ദിവസം തന്നെ അവർക്ക് ഒന്നാകാൻ പറ്റിയല്ലോ. അതെ അതെ. അർജുൻ, എനിക്ക് ഒരുപാട് സന്തോഷമായി അർജുൻ. നീ എന്നെ തിരിച്ചറിഞ്ഞല്ലോ. ഇനി എനിക്ക് ഒന്നും വേണ്ട. ഗൗരി, നമുക്ക് ഓണം അടിപൊളിയാക്കണ്ടേ? ഓണം അടിപൊളിയായല്ലോ ചേട്ടാ. ഇതിനേക്കാൾ ഒരു ഓർമ്മ ഇനി വരാനേ ഇല്ല. ഈ ഓണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ നടന്നത്? എന്റെ ഏട്ടനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയല്ലോ. അതെ, എനിക്ക് ഒരുപാട് സന്തോഷമായി. ഗൗരി, അർജുൻ, എത്ര മനോഹരമായ കാഴ്ച. ഞാൻ